ഹായ് ഫ്രണ്ട്സ്, അല്ലൂസ് വ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞങ്ങൾ ശംഖുമുഖം ബീച്ചിലാണ് വന്നിരിക്കുന്നത്. ഭയങ്കര തിരക്കാണ് വന്നപ്പോൾ തന്നെ. അപ്പോൾ ഇന്നലെ നമ്മൾ ലൈറ്റൊക്കെ കാണാൻ പോയി. ഇന്നത്തെ പ്ലാൻ ശംഖുമുഖം ബീച്ചായിരുന്നു. റോഡ് ഭയങ്കര തിരക്കാണ്, ബീച്ചിൽ ഭയങ്കര തിരക്കാണ്. തിരക്കെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് തിരക്കുണ്ട്. പിന്നെ ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ട്. ഞങ്ങൾ വന്നതേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ ഒരു ഓട്ടോ വിളിച്ചാണ് വന്നൊരു ഓട്ടോ പോലും കിട്ടാനില്ലായിരുന്നു ഇങ്ങോട്ട് വരാൻ. പിന്നെ ഞങ്ങൾ പതിയെ നടന്നു തുടങ്ങി. അപ്പോൾ പിള്ളേരെ ആകർഷിക്കാനായിട്ട് കുറേ ബലൂണും കളിപ്പാട്ടങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനെല്ലാം. പിന്നെ ജെയിൻ വീൽ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വരുമ്പോൾ ആദ്യം നമ്മളെ ആകർഷിക്കുന്നത് ഇവിടുത്തെ മത്സ്യകന്യകയാണ്. വളരെ മനോഹരമായിട്ടാണ് ഈ ശില്പം ഇവിടെ പണിതിരിക്കുന്നത്. പെട്ടെന്ന് നോക്കുമ്പോൾ ആകാശം മുട്ട നിൽക്കുന്നതായിട്ടൊക്കെ തോന്നും. നല്ല ഭംഗിയാണ് അത് കാണാനൊക്കെ. ശരിക്കും ആളുണ്ടായിരുന്നു അതിന് ചുറ്റും ഫോട്ടോ എടുക്കാനൊക്കെ. പിന്നെ ഒന്നാം തരം നല്ല വെയിലായിരുന്നു. ഞങ്ങളും പോയി അതിൻ്റെ അടുത്ത് നിന്ന് ഇച്ചിരി ഫോട്ടോയൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത്. നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഭയങ്കര വെയിലായതുകൊണ്ട് ഒരുപാട് സമയം നിന്ന് ഫോട്ടോ എടുക്കാനൊന്നും പറ്റത്തില്ല. മുഖമൊക്കെ അങ്ങ് പൊള്ളുന്ന പോലത്തെ വെയിലാണ്. നല്ല രസമുണ്ട് കാണാൻ. മുടിയൊക്കെ ഇങ്ങനെ ചെയ്തിരിക്കുന്നതും. എന്തുകൊണ്ടും എല്ലാവരും വന്ന് ഇവിടെ നിന്ന് കാണണം. ആരും ഇത് മിസ് ചെയ്യരുത്. തിരുവനന്തപുരത്ത് വരുന്നവർ ഈ ശംഖുമുഖം ബീച്ചിൽ ഒരിക്കലെങ്കിലും പോകണം. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഒരു ഹെലികോപ്റ്റർ അവിടെ ഉണ്ട്. അതിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഇത് കുറേ നാളായിട്ടുള്ളത് അവിടെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു ഹെലികോപ്റ്ററാണത്. അപ്പോൾ അവിടെ അടുത്ത് തന്നെയാണ് അതിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ. നമ്മൾ പോകുന്ന വഴിക്കാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടു. ഈ ഹെലികോപ്റ്റർ നമുക്ക് വേണ്ടി എത്രയോ സേവനങ്ങൾ നടത്താൻ ആകാശത്തോട് ചീറിപ്പാഞ്ഞതാണ്. കാലപ്പഴക്കം ചെന്നപ്പോൾ അതിവിടെ ഇപ്പോൾ മറ്റ് ആളുകൾക്ക് കാണാൻ വേണ്ടി സ്ഥാപിച്ചിരിക്കുകയാണ് ഈ ഹെലികോപ്റ്റർ. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു പുരാതന ഹെലികോപ്റ്ററാണത്. പിന്നെ ഞങ്ങൾ അവിടെ കുറേ കച്ചവടക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ 100 രൂപയ്ക്ക് പാൻറ്റെന്ന് പറഞ്ഞപ്പോൾ നോക്കാനൊക്കെ പോയി. പിന്നെ 1-2 ഞങ്ങൾ നോക്കി എടുത്തായിരുന്നു. ആദ്യമൊക്കെ ഇങ്ങനെ കുറേ വാരി വലിച്ചെടുത്തൊക്കെ നോക്കി. നമ്മൾ പിന്നെ തുണിയുടെ ക്വാളിറ്റിയൊക്കെ നോക്കണം. അതിൽ നിന്ന് മേടിച്ച് പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ കുങ്കുമം, പല നിറത്തിലുള്ള കുങ്കുമം വിൽക്കുന്നു. പിന്നെ ബോട്ട്, കുങ്കുമച്ചെപ്പ്, പിള്ളേരെ പറ്റിക്കാൻ കുറേ പാവ. ശരിക്കും കളിപ്പാട്ടങ്ങളായിരുന്നു അവിടെ ചെന്ന് കാണാനായിട്ട്. പിള്ളേരെ ആകർഷിക്കാനുള്ള എല്ലാ തരത്തിലുള്ള കളിപ്പാട്ടങ്ങളും അവിടെ ഉണ്ട്. കുങ്കുമമൊന്നും ഞങ്ങൾ മേടിച്ചില്ല. പിന്നെ വാച്ച് വയ്ക്കുന്നത്, ബെൽറ്റ്, പേഴ്സ്, അങ്ങനെ വയ്ക്കാൻ കുറേ ഹിന്ദിക്കാരാണ് കൂടുതൽ. ഹിന്ദിക്കാർ മാത്രമേ ഉള്ളൂ ബീച്ചിൽ പോയാൽ ആളുകളെ പറ്റിക്കാനൊക്കെ ആയിട്ട്. പിന്നെ കളിപ്പാട്ടങ്ങൾ, ഞങ്ങളുടെ വാവ കളിപ്പാട്ട സെക്ഷനിൽ ഞങ്ങൾ കൊണ്ട് ഓടി. വാവയ്ക്ക് എന്ന് പോയാലും ഓരോ ചെമ്മയുടെ കളിപ്പാട്ടമാണ് മേടിക്കുന്നത്. പിന്നെ ശരിക്കും പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭരണികളും ഗ്ലാസ്സുകളും പിന്നെ ഇടികല്ലും. ശരിക്ക് പാത്രങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയുണ്ടായിരുന്നു. അവിടെ നല്ല തിരക്കായിരുന്നു. ഗ്ലാസ്സുകളൊക്കെ വാങ്ങുന്ന ആളുകൾ. പിന്നെ 3 മുറം 100 രൂപ. ഞങ്ങൾ വിഷുവിന് മേടിച്ചായിരുന്നു, കഴിഞ്ഞ വിഷുവിന്. പക്ഷെ അത് പൊട്ടിപ്പോയി. ഈ 3 മുറം കുഴപ്പമില്ല, ലാഭമായിരുന്നു. ഞങ്ങൾ പിന്നെ മേടിക്കാൻ തന്നെ മറന്നുപോയി. പിന്നെ ബാഗുകളുണ്ടായിരുന്നു. അവിടെയും തിരക്കായിരുന്നു ബാഗുകൾ മേടിക്കാൻ. നമ്മൾ പോയപ്പോൾ ഉണ്ടായിരുന്ന ബാഗൊന്നുമല്ല, തിരിച്ച് വന്നപ്പോഴത്തേക്കും അത്രയ്ക്ക് തിരക്കായിരുന്നു ആ ബാഗിൻ്റെ അടുത്ത്. പിന്നെ കുറേ നേരം ഞങ്ങൾ അവിടെയൊക്കെ നടന്നു. ഈ ബാഗൊന്നും ഞങ്ങൾ മേടിച്ചില്ല. തിരക്കായിരുന്നു. കൂടാതെ നല്ല വെയിലായിരുന്നു. ശരിക്കും ആഹാര സാധനങ്ങൾ വിൽക്കുന്ന കടകളും പാനിപ്പൂരി വിൽക്കുന്ന കടകളൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ അതുവഴി അങ്ങ് നടന്നപ്പോൾ നല്ല മനോഹരമായ കാഴ്ചകളാണ്. നല്ല പുൽത്തകിടും ഇതൊക്കെ ആളുകൾ വന്ന് ഇരിക്കുന്നുണ്ട് അതിലൊക്കെ. അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ ദൂരെ കുറേ കുട്ടി ഡ്രൈവർമാർ നിൽക്കുന്നത്. അവർ ജീപ്പ് ബ്രാംഗ്ലറും റൂബിക്കോണും ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ അതിന് ചുറ്റുമായിരുന്നു. ഓട്ടോ ഒക്കെ അതിൽ കയറാനും എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു. 4-5 ജീപ്പുകളുണ്ടായിരുന്നു. കുട്ടികൾ അതിലൊക്കെ വന്ന് ഇരിക്കുന്നൊക്കെ ഉണ്ട്. ഭയങ്കര വെയിലുമായിരുന്നു. ഞങ്ങൾ പിന്നെ കയറ്റാനൊക്കെ വിചാരിച്ച്. പിന്നെ അങ്ങനെ അതിൻ്റെ അടുത്തുനിന്ന് പോയപ്പോഴാണ് ട്രെയിൻ കണ്ടത്. ട്രെയിൻ നല്ല രസമുണ്ട്. കുട്ടികളെ ആകർഷിക്കാനായിട്ട് മനോഹരമായ ട്രെയിന് നിർമ്മിച്ചിരിക്കുന്നത്. കുട്ടികളൊക്കെ അതിന് ചുറ്റും കിടന്ന് കളിക്കുന്നൊക്കെ മുതിർന്നവർക്കും കയറാം. ഞങ്ങൾ ചെന്ന സമയത്ത് ഇപ്പോൾ തുടങ്ങത്തില്ല എന്ന് പറഞ്ഞു. വെയിലൊക്കെ താഴ്ന്നിട്ടാണ് ട്രെയിൻ തുടങ്ങുന്നതെന്ന് പറഞ്ഞ് അതിൽ കയറുന്ന സാധ്യത. അങ്ങനെ ഞങ്ങൾ അതിൽ നടന്ന് ട്രെയിനിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നടക്കുമായിരുന്നു. ശരിക്കും ആളുകളുണ്ടായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ അവിടെ ഓടുകയും ചാടുകയൊക്കെ ചെയ്യുന്നു. ബീച്ച് കണ്ട സന്തോഷവും കളിപ്പാട്ടങ്ങൾ കണ്ട സന്തോഷവും. അങ്ങനെ പതിയെ ഞങ്ങൾ അതുവഴിയൊക്കെ നടന്ന് ഓരോ കാഴ്ചകളൊക്കെ കണ്ട് ദൂരെ നിന്ന് ബീച്ചൊക്കെ കാണാൻ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ കുട്ടികളെ ആകർഷിക്കാൻ ജെയിൻ വീല്, ഇതിൻ്റെ പേര് അറിയത്തില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു കുട്ടികളെ ആകർഷിക്കുവാനായിട്ട്. പിന്നെ കുറേ ഐസ്ക്രീം കടക്കാരും കളിപ്പാട്ടങ്ങളും. പിന്നെ അങ്ങനെ ഞങ്ങൾ പതിയെ നടന്ന് വേറൊരു സ്ഥലത്തോട്ട് പോയി. എല്ലായിടും വഴിയോര കച്ചവടങ്ങളാണ്. എവിടെ പോകണം എന്നുള്ള കൺഫ്യൂഷനാണ്.
പിന്നെ വാവയും കൊണ്ട് ഞങ്ങൾ പതിയെ നടന്ന് ഇങ്ങനെ പോകും. അപ്പോൾ ഏതെടുത്താലും 10 രൂപ 20 രൂപ 30 രൂപ കടയിൽ നിന്നൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങൾ ആ കടയുടെ അടുത്ത് ചെന്നു. അവിടെ ചെന്ന് നോക്കിയപ്പോഴാണെങ്കിൽ അവർ പറയുന്നത് എല്ലാം 40 രൂപയുടെ, ഏതെടുത്ത് 40 രൂപയുടെ എല്ലാത്തിൻ്റെ വില. അത് കുറയുന്നതേ ഇല്ല. ഒരു ഫ്ലെക്സ് മാത്രം 10, 20, 30, 40 എന്ന് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ 2-3 സാധനങ്ങളൊക്കെ നോക്കി. പിന്നെ അവിടെ നല്ല ഭംഗിയുള്ള മാലകളും കമ്മലുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്കുള്ള വളകളും മാലകളും കുഞ്ഞു സ്ലൈഡുകളും കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു. കുഞ്ഞു വളകളും ഒക്കെ കാണാൻ. പക്ഷെ ഞങ്ങൾ ഒന്നും മേടിച്ചില്ല. പക്ഷെ എല്ലാം നല്ല ഭംഗിയായിരുന്നു. കുഞ്ഞു പിള്ളേരിടുന്ന ക്ലിപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കളിപ്പാട്ടം ഏത് കടയിൽ ചെന്നാലും കളിപ്പാട്ടമുണ്ട്. അവിടെ തന്നെ വാവയ്ക്ക് ചെറിയ കാറൊക്കെ മേടിച്ചു. കമ്മലുകളൊക്കെ നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഏതെടുത്താലും 40 രൂപയെന്നേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് കാഴ്ചകൾ കാണാൻ തിരിഞ്ഞപ്പോൾ കുട്ടികൾക്കായിട്ടുള്ള റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ സ്ലൈഡാണ്, എയർ പോലത്തെ. കുട്ടികളൊക്കെ അതിൽ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. കുറേ കുഞ്ഞുങ്ങൾ ഓടി കളിക്കുന്നുണ്ട്. ചെറിയ കുഞ്ഞുങ്ങൾ വരെ കയറുന്നുണ്ട്. ഞങ്ങളുടെ ആൾക്ക് പിന്നെ ഇത് കയറാൻ പേടിയാണ്. ഇത്രയും പൊക്കമൊക്കെ വരുമ്പോഴത്തേക്കും. കുറച്ച് നേരം പിള്ളേർ കളിക്കുന്നതും എല്ലാം കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിഞ്ഞപ്പോഴാണ് അനിയത്തിക്ക് റിങ് എറിയുന്നൊരു ഗെയിം ഉണ്ടായിരുന്നു. അത് കളിക്കണമെന്ന് പറഞ്ഞ് ഞാൻ അവളുടെ ആഗ്രഹം അതിൽ കയറി. പക്ഷെ ഒന്നും കിട്ടിയില്ല. പിന്നെ അവിടെ നിന്ന് തിരിഞ്ഞ് അടുത്ത കാഴ്ചകൾ കാണാൻ തുടങ്ങിയപ്പം ഒരു ഊഞ്ഞാൽ പോലത്തെ സംഭവം, അത് ആളൊക്കെ ഉണ്ടായിരുന്നു. കാണുമ്പോൾ നമുക്ക് തന്നെ പേടിയാവും. പിന്നെ ആളുകളൊക്കെ അതിലിങ്ങനെ പേടിച്ചാണ് ഇരിക്കുന്നത്. നല്ല ഭംഗിയാണ് എല്ലാം കാണാൻ. പിന്നെ ഞങ്ങൾ ബീച്ചിലോട്ട് ഇറങ്ങി. മണലൊക്കെ ചുട്ടുപഴുത്ത് കിടക്കും. ഇതൊരു വൈകിട്ട് 5 മണിക്ക് ശേഷമുള്ള വ്യൂ ആണ്. എന്നിട്ട് ഇത്രയും ചൂടുണ്ട് അവിടെ. വെയിലും നല്ല വെയിലായിരുന്നു. ബീച്ച് നിറച്ച ആളായിരുന്നു, നിറച്ച് ആളുകൾ. പിന്നെ എവിടെ നോക്കിയാലും കച്ചവടക്കാരാണ്. ശരിക്കും ആളുകൾ. പിന്നെ ഒരുപാട് ഫ്രണ്ടോട്ട് ഇറക്കുന്നില്ല. കടൽ നല്ല ശോഭിതമായിരുന്നു. അവിടെ കുറേ നേരം നിന്ന് കാഴ്ചകളെ കണ്ട് ഞങ്ങൾ വെള്ളത്തിലോട്ട് ഇറങ്ങി. അനിയത്തി ആദ്യം ഇറങ്ങി, ഞാൻ ഇറങ്ങി. പിന്നെ വാവയ്ക്ക് പേടിയായിരുന്നു. പിന്നെ കുറേ നേരം കടൽ തീരത്ത് നിന്ന് വെള്ളത്തിലൊക്കെ കളിച്ചു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. വെയിലാണ്, അന്യായ വെയിലായിരുന്നു. ശരിക്കും ആളുകളൊക്കെ ഉണ്ട്. കുഞ്ഞുങ്ങളൊക്കെ കുറേ പിള്ളേരൊക്കെ ഇറങ്ങുന്നുണ്ട് വെള്ളത്തിൽ. പിന്നെ ലൈഫ് ഗാർഡ് അവിടെ വിസിലൊക്കെ അടിക്കുന്നുണ്ട് ഒരുപാട് വെള്ളത്തിലോട്ട് ഇറങ്ങുമ്പോൾ. അത്രയും ദൂരത്തോട്ട് പോകരുതെന്നൊക്കെ പറഞ്ഞ്. പിന്നെ വാവയും കൊണ്ട് അനിയത്തി നടന്നു പോവുക. വാവയ്ക്ക് വെള്ളം കണ്ടപ്പോൾ ഒരു ചെറിയ പേടി. വാവ ഒരു വിധത്തിൽ ഇറങ്ങത്തില്ല. അവനൊരു കാറ് മേടിച്ചു കൊടുത്ത് അത് കൊണ്ട് അവൻ മര്യാദയ്ക്ക് നടന്നു പോവുക. എന്നിട്ട് പിന്നെ ഞങ്ങൾ കണ്ടപ്പോൾ ഒരു ട്രാക്ടർ ഉപയോഗിച്ച് ബോട്ട് വെള്ളത്തിലോട്ട് ഇറക്കുന്നതാണ് കണ്ടത്. ആ ട്രാക്ടർ ഉപയോഗിച്ച് ബോട്ടിൽ നിന്ന് കയറ് വെച്ച് കെട്ടി അത് പതിയെ കുറച്ച് ഫ്രണ്ടിലോട്ടങ്ങ് ഇറക്കും. വെള്ളത്തിൻ്റെ അതുവരെ ഇറക്കും. പിന്നീട് ആ ട്രാക്ടർ തിരിഞ്ഞ് വന്ന് അതിൻ്റെ ഫ്രണ്ട് കൊണ്ട് അതിൻ്റെ ബോട്ടിൻ്റെ പുറകിൽ തള്ളിയാണ് ഇറക്കുന്നത് വെള്ളത്തിലോട്ട്. 2-3 പേരുണ്ടായിരുന്നു ആ ബോട്ട് വെള്ളത്തിലോട്ട് ഇറക്കാനൊക്കെ ആയിട്ട്. ഇതുപോലെ പതിയെ തള്ളിയാണ് അതങ്ങ് വെള്ളത്തിലേക്ക് ഇറക്കുന്നത്. അപ്പം കുറച്ച് ദൂരം കൊണ്ടുപോയി ബോട്ട്. എന്നിട്ടാണ് അവർ വെള്ളത്തിൽ ഇറക്കുന്നത്. ട്രാക്ടർ തിരിച്ച് പോയി. പിന്നെ അവർ പതിയെ ബോട്ട് അങ്ങോട്ടും നീങ്ങുന്നുണ്ട്. പക്ഷേ ശക്തിയായ തിരമാല കാരണം അത് തിരികെ വരുന്നുണ്ട് ഫ്രണ്ടിലോട്ട് പോയിട്ടും. കുറച്ച് നേരം അവർ ബുദ്ധിമുട്ടിയ ബോട്ടൊന്ന് കടലിലേക്ക് ഇറക്കാൻ. പിന്നെ അവർ പതിയെ എഞ്ചിൻ ഓൺ ചെയ്ത് പോയി. നല്ല ശക്തിയായ തിരമാലകൾക്കിടയിലൂടെ ചീറിപ്പാഞ്ഞാണ് ബോട്ട് പോകുന്നത് എഞ്ചിൻ ഓണാക്കിയതിന് ശേഷം. നല്ല സ്പീഡായിരുന്നു. പക്ഷെ കുറച്ച് നേരം കഷ്ടപ്പെട്ടു ആദ്യം ഒന്ന് ഇറക്കാൻ. കാരണം തിരമാല കാരണം തിരിച്ചു വരുമായിരുന്നത്. ബോട്ട് അങ്ങ് ദൂരെ പോയി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടേക്ക് ഇരുന്നു. അപ്പോഴത്തേക്ക് ആൾ കൂടി. ഞങ്ങൾ വന്നതിനെക്കാട്ടി ഇരട്ടി ആളുകളായി അവിടെയെല്ലാം. പിന്നെ സൂര്യാസ്തമയത്തിൻ്റെ സമയമായി. അതാണ് ആളുകൾ ഇത്രയും കൂടുതൽ പേരും ഈ സൂര്യ അസ്തമിക്കുന്ന സമയത്താണ് കാണാൻ വരുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ തിരിച്ച് പതിയെ മേളിലോട്ട് നടന്നു. അവിടെയെല്ലാം നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഞങ്ങളൊരു മാവേലിയെ കണ്ടു. മാവേലി വീൽ ചെയറിലാണ് ഇരിക്കുന്നത്. പിന്നെ ഞങ്ങൾ മാവേലിയുടെ കൂടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. അപ്പോഴത്തേക്ക് സൂര്യൻ അസ്തമിക്കുന്ന സമയം. സൂര്യൻ മേഘങ്ങൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുക. ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് അത് കാണാൻ പറ്റിയത്. മേഘങ്ങൾ കൊണ്ട് മൂടിയപ്പോഴത്തേക്ക് സൂര്യൻ ഇടയ്ക്കോട്ട് പോയി. നല്ല കാഴ്ചകളായിരുന്നു കാണാൻ. അതിമനോഹരമായ കാഴ്ചകളാണ്. ഇവിടെ വരുന്നവർ ഇത് കാണണം, കാണാതെ പോകരുത്. സൂര്യൻ ഇങ്ങനെ പുറത്തേക്ക് മേഘങ്ങൾക്കിടയിൽ ഇറങ്ങി വരുന്നത് നോക്കി ഞങ്ങൾ കുറേ സമയം അവിടെ നിന്നു. ഭയങ്കര തിരക്കുമായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ മേളിലോട്ട് കയറി ഇങ്ങനെ കണ്ടത്. അവിടെ നിൽക്കുമ്പോൾ നല്ല കാഴ്ചയാണ് കാണാൻ. സൂര്യൻ അസ്തമിക്കുന്നത് നല്ല മനോഹരമായൊരു കാഴ്ചയാണ്. പിന്നെ ഞങ്ങൾ പതിയെ നടന്നു തുടങ്ങിയപ്പോഴത്തേക്ക് റൈഡിലൊക്കെ ലൈറ്റൊക്കെ ഇട്ടു. നല്ല രസമുണ്ട് അതും കാണാൻ. ഇങ്ങനെ ഊഞ്ഞാൽ ലൈറ്റൊക്കെ ഇട്ട് കൊണ്ട് ആടുന്നതും ഇങ്ങനെ കളിപ്പാട്ടങ്ങളും അവിടെ ഇവിടെ എല്ലാം
റൈഡുകളാണ്. എല്ലാ റൈഡിലും ലൈറ്റൊക്കെ ഉണ്ട്. പിന്നെ കടകളിൽ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ നല്ല ഭംഗിയാണ് ശംഖുമുഖം കാണാൻ സന്ധ്യ സമയത്ത്. പിന്നെ ഞങ്ങൾ പതിയെ അതുവഴി ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്കെല്ലാം റൈഡുകളും ഒക്കെയാണ്. പിന്നെ അവിടെ ബൈക്ക് റൈഡൊക്കെ ഉണ്ടായിരുന്നു ആ റിങ്ങിനകത്ത്. ഞങ്ങൾ അങ്ങോട്ടൊന്നും കയറിയില്ല. പിന്നെ തിരിച്ച് വന്നപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കണ്ട റൂബിക്കോണും ആ ജീപ്പും എല്ലാം ആളുകൾക്കിടയിലൂടെ ചീറിപ്പായുന്നുണ്ടായിരുന്നു. കുട്ടി ഡ്രൈവർ ഭയങ്കര സന്തോഷത്തിലാണ് അവർ ആളുകൾക്കിടയിലൂടെ ജീപ്പും റൂബിക്കോണും ഇങ്ങനെ ഓടിച്ച് പോകാൻ. നല്ല തിരക്കായതിൻ്റെ ഇടയ്ക്കൂടെയാണ് പോകുന്നത്. പിന്നെ ഇപ്പോൾ സന്ധ്യ ആയ സമയത്ത് ഭയങ്കര തിരക്കായി. പിന്നെ ഞങ്ങൾ നടന്ന് അവിടെ ഒരു പുൽത്തകടിയിൽ പോയി ഇരുന്ന് കുറേ നേരം ഞങ്ങൾ നടന്നായിരുന്നു. പിന്നെ ആളുകളിങ്ങനെ വന്നും പോയൊക്കെ നിൽക്കുന്നുണ്ട്. വീണ്ടും അടുത്ത ജീപ്പ് പോകുന്നു. പക്ഷെ നല്ല രസമുണ്ട് കുഞ്ഞുങ്ങളിങ്ങനെ ജീപ്പൊക്കെ ഓടിച്ച് പോകുന്ന കാണാൻ. പിന്നെ ആൾ കൂടി വന്നു. നല്ല രസമാണ് അവിടെയൊക്കെ കാണാൻ ഈ സമയത്ത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാറായി. അപ്പോൾ ഇനി എല്ലാവരും വരുമ്പം തിരുവനന്തപുരത്ത് വന്ന് ശംഖുമുഖം ബീച്ചും എല്ലാം കാണാം. കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവരണം മാക്സിമം. നല്ല കാഴ്ചകളാണ് കാണാൻ. സൂര്യാസ്തമയമൊന്നും ആരും മിസ് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെ ബായ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ഇടണം. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് വീണ്ടും കാണാം. ബായ്.